ഹായ് ഓൾ, ഞാൻ ആർക്കിടെക്ട് എമിൽ ജീൻ. എന്നോടൊപ്പം ഇന്നുള്ളത് എൻ്റെ സുഹൃത്തും കോൺട്രാക്ടറുമായ മിസ്റ്റർ ഡയസ് മാനുവലാണ്. ഈ സീരീസിന്റെ ഉദ്ദേശം വീട് പണി സമയത്ത് നമുക്കുണ്ടാകുന്ന കുറേ ഡൗട്ടുകൾ മാക്സിമം ഞങ്ങളാൽ കഴിയുന്ന വിധം ക്ലിയർ ആക്കുക എന്നതാണ്. എമിൽ, ആസ് എ കോൺട്രാക്ടർ, ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ എൻ്റെ ഓഫീസിൽ ഞാൻ ഡെയിലി കേൾക്കുന്ന ക്വസ്റ്റ്യനാണ്. ഡെയിലി ഒരു പ്ലാന്, ഏതെങ്കിലും ഒരു പ്ലാന് പിൻട്രസ്റ്റ് ചെയ്യുന്ന എവിടെന്നെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആരെക്കൊണ്ടെങ്കിലും വരപ്പിച്ചൊരു പ്ലാന് നമുക്ക് തന്നതിന് ശേഷം ഇത് നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ്, ഇപ്പം ഇന്നയാൾ ഈ നാട്ടിൽ ഇത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നയാൾ ഇത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് ഡെയിലി ലൈഫിൽ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കമ്പനി എന്നുള്ള നിലയിൽ നമ്മൾ പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ക്വസ്റ്റിന് ഈസി ആയിട്ട് മറുപടി പറയാൻ വേണ്ടി പറ്റില്ല. അത് എമിലിനും അത് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അത് അപ്പൊ എങ്ങനെയാണ് എമിൽ അതിനെ ഡീൽ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റ് എന്ത് ഡിസൈൻ ആണ് ആ ഒരു സൈറ്റിൽ ചെയ്യുന്നതെന്നനുസരിച്ചാണ്. പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. ട്രോപ്പിക്കൽ ഉണ്ടാവും, മോഡേൺ ഉണ്ടാവും, കണ്ടംപററി ഉണ്ടാവും. ഏത് ടൈപ്പ് ഓഫ് ഡിസൈൻ, ഏത് സ്റ്റൈലിലാണ് ആ വീട് വരുന്നത്, ഓപ്പണിങ്ങിന്റെ സൈസസ് വരെ ഇതിന് മാറ്റർ ആണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ വൺസ് ക്ലയന്റുമായിട്ട് സംസാരിച്ച് നമ്മൾ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഡിസൈനർ ഫൈനൽ ആക്കിയതിന് ശേഷം കോൺട്രാക്റ്റുമായിട്ട് ഒരു ഡിസ്കഷൻ ആണ്. ഈ പ്രോജക്റ്റിന്റെ ആ പ്ലാൻ വെച്ചിട്ടുള്ള ലേഔട്ട് വെച്ചിട്ടുള്ള സെക്ഷൻ ഡീറ്റെയിൽസ്, സ്ട്രക്ചർ ഡീറ്റെയിൽസ്, എത്ര കോസ്റ്റ് വരും, ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് നമ്മൾ എടുത്തതിന് ശേഷമാണ് ഒരു കോൺട്രാക്റ്റുമായിട്ടുള്ള സിറ്റിംഗ് വരും. അത് മിക്കവാറും സമയത്ത്